അപകടം തലയ്ക്കു മുകളിൽ പതിയിരിക്കുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശി മാവുങ്കൽ തങ്കച്ചനും കുടുംബവും. നിയന്ത്രണം വിട്ടു വരുന്ന ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ നിന്ന് 300 അടിയോളം താഴ്ചയിൽ തങ്കച്ചന്റെ വീടിന് സമീപത്തേക്കാണ് പതിക്കുന്നത്. സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് പരാതി നൽകിയിട്ടും മരാമത്ത് വകുപ്പ് ഒഴിഞ്ഞു മാറുന്നുവെന്നാണ് ആക്ഷേപം. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ കട്ടപ്പന ഹിൽ ടോപ്പിലാണ് മാവുങ്കൽ തങ്കച്ചന്റെ വീട്. വീടിന് 300 മീറ്ററോളം ഉയരത്തിൽ കൊടുംവളവിൽ നിന്ന് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് പുരയിടത്തിലേക്ക് മറിയുന്നത് നിത്യസംഭവമാണ്. പലപ്പോഴും തലനാരിഴയ്ക്കാണ് തങ്കച്ചനും കുടുംബവും രക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ടോറസ് ലോറി ക്രാഷ് ബാരിയർ തകർത്ത തങ്കച്ചന്റെ പുരയിടത്തിലേക്ക് മറിഞ്ഞിരുന്നു. ഏലകൃഷി വ്യാപകമായി നശിച്ചു. 3 മാസത്തിന് ശേഷമാണ് ഈ വാഹനം എടുത്തു മാറ്റിയത്. അപകടങ്ങൾ തുടർക്കഥയായതോടെ കൃഷി ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. മെച്ചപ്പെട്ട സുരക്ഷാ സംവിധാനം ഒരുക്കി ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് തങ്കച്ചൻ പറയുന്നു. എന്നും ആഴ്ചയിൽ ഒരു വണ്ടിയെങ്കിലും താഴോട്ട് വരിക, അതുപോലെ മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളവും ഇതൊന്ന് കെട്ടിത്തരുമ്പോൾ ഇതിന് ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാക്കുമോ, ഇതിലൊന്നും ചെയ്യുക. എനിക്ക് ഒത്തിരി നഷ്ടമുണ്ട്. ഇത്രയും ചെടിയും പോയി ഈ പ്രദേശം മുഴുവൻ ഇടിച്ചു പറിച്ചാൽ താഴെ വണ്ടി വന്നത്. എന്നിട്ട് അവനോട് നഷ്ടം ചോദിച്ചപ്പോൾ അവൻ നഷ്ടം തരാതെയാണ് ഈ വണ്ടി ഇത്രയും ദിവസം ഇവിടെ കിടന്നത്. പിന്നെ മഴ പെയ്ത് വരമണ്ടയിലോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ കൊണ്ട് പരാതി കൊടുത്ത് ഈ വണ്ടി ഇപ്പോൾ കയറ്റി വരുന്നത്. റോഡിന്റെ സുരക്ഷ മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈയൊഴിഞ്ഞുവെന്നാണ് ആക്ഷേപം. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ റോഡിന്റെ വശത്ത് റോളിംഗ് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.